ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ഈ തീഡർ എന്താ ചെയ്യണത്? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം 5 കെട്ട് പത്രം വാങ്ങിച്ചിരിക്കുകയാണ്. അത് വാങ്ങിച്ച് എന്നിട്ട് പറയുന്നത്, ഞാൻ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും, ചായക്കടയെ കൊണ്ടേ കൊടുക്കും, എവിടെയെല്ലാമാണ് കർത്താവിന് എത്തിക്കാൻ കഴിയണം അവിടെയെല്ലാം പ്രാർത്ഥനാപൂർവ്വം നടന്നുകൊണ്ടേ കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് ഈ 5 പത്രം മേടിച്ചതും ബാക്കി പത്രമെല്ലാം നാത്തൂനും ആൻറ്റിക്കൊക്കെ കൊടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങണ ആൾക്കാർ. ഉറക്കം തൂങ്ങി ഉടമ്പടിക്കാരുടെ കാര്യം പോക്കാണ് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെക്കാൾ ആരോഗ്യം പ്രായമുള്ള ആൾക്കാരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവത്തിനുണ്ട്. നിങ്ങളുടെ അഭ്യാസം ഒന്നും നടക്കത്തില്ല. അപ്പം മര്യാദക്ക് ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടി കൈ കൊടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ പ്രവർത്തനത്തിന്റെ അപ്പോസ്തലിക ചൈതന്യം ഈ ആരാധനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയായി നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 43:29. ഉൽപ്പത്തി 43:29. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി 43:29. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു. തന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. യാക്കോബിന്റെ ഇളയ മകനാ. അപ്പം ഏറ്റവും ഇളയ ബെഞ്ചമിൻ. ഇപ്പം ജോസഫിനെ അവർ ചട്ടന്മാരെല്ലാം കൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നു കളഞ്ഞില്ലേ? എന്നിട്ട് കർത്താവ് അവനെ എടുത്ത് ചാകാതെ രക്ഷപ്പെടുത്തി മിദ്യാൻകാരായ ഈ ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ട് ജോസഫിനെ ദൈവം ഈജിപ്തിൽ വളർത്തിയെടുത്തില്ലേ? ആ ജോസഫിനെ കാണാൻ ക്ഷാമകാലത്ത് സഹോദരന്മാർ ചെല്ലുമ്പോൾ ഒരാളെ കണ്ടില്ല ജോസഫ്. അയാളുടെ സഹോദര സ്നേഹം കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദിച്ചാൽ പറഞ്ഞ്, ഇനി ഒരാളുണ്ട്, അവൻ്റെ പേര് ബെഞ്ചമിനാണ്. ഞങ്ങളുടെ അപ്പൻ പ്രായമായതുകൊണ്ട് ഞങ്ങളുടെ അനിയനെ നഷ്ടപ്പെട്ടത് കാരണം അവനെ അപ്പൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അവനും കൂടി നഷ്ടപ്പെട്ട അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് അവസാനം ബെഞ്ചമിനെ തരാതെ നിങ്ങൾക്ക് ഗോതമ്പ് തരത്തില്ലെന്ന് ജോസഫ് പറയും. ആ സഹോദരനാണേ, ഇളയാളെ കാണാനുള്ള ആഗ്രഹമാണ്. കണ്ടു കഴിയുമ്പോൾ ജോസഫിനെ കുറിച്ച് പറയണത്, അവൻ കരയാനൊരിടം നോക്കിയെന്ന്. അവൻ അവിടെ പ്രധാനമന്ത്രിയല്ലേ, അതിന് സഹിക്കാൻ പറ്റില്ല സഹോദര സ്നേഹം കൊണ്ടേ. ഈ സഹോദര സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചങ്ങനെ നിങ്ങൾ ചെയ്യരുത്. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. ഈ സംഭവം ഇപ്പോൾ പറഞ്ഞ എന്താ കർത്താവ് പറഞ്ഞെന്നറിയാവാ? ജോസഫിനെ എങ്ങനെ ദൈവം സ്നേഹിച്ചു, അതാണ് വിഷയം. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. ദൈവത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ്? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് നേരത്തെ? ദൈവം എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത്? അത് നമ്മളെന്താ കണ്ടത്? നേരത്തെ വായിച്ചത് എന്താണ്? കർത്താവ് എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അതായത് അത് നമ്മളുടെ അവകാശമല്ല, ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഏത് വചനത്തിലാണ് കണ്ടത്? യെശയ്യാ 30:18. വായിച്ചോളൂ. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു.
എന്തെന്നാൽ എന്തെന്നാൽ കർത്താവ് കർത്താവ് നീതിയുടെ ദൈവമാണ്. നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരെ. പക്ഷെ നമുക്ക് ലഭിക്കണ എന്താണ്? ഔദാര്യമാണ്, നമ്മുടെ മെരിറ്റിലല്ല. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് എന്താണ്? നമ്മുടെ മെരിറ്റിലല്ല, പിന്നെ എന്താണ്? കർത്താവിൻ്റെ കൃപയിലാണ്. ഇപ്പോഴെന്താ ഇവിടത്തേക്ക് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് സ്നേഹം കാണിക്കുന്നു പറഞ്ഞില്ല. ടേക്ക് ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന ആരാധന. പുറപ്പാട് 33:19. 33:19. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. ഇതാണ് നമ്മുടെ പോയിന്റ്. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അപ്പോൾ നമ്മുടെ റിസ്ക് എന്താ? എങ്ങനെ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. അപ്പം ബോൾ നമ്മുടെ കോർട്ടിലാണ്, നമ്മളടിക്കാൻ പറ്റത്തില്ല ഇനി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയാകാൻ കഴിയും? ക്ലിയർ അല്ലേ? എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായി ദൈവത്തിൻ്റെ കരുണ ആർജിക്കാൻ കഴിയും? അതാണ് ചോദ്യം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള വ്യക്തിയായി ജോസഫ് മാറിയത്? അതാണ് അതിൻ്റെ ഉത്തരം. എന്താണത്? പുറപ്പാട് 43:29. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു. തന്റെ അമ്മയുടെ മകൻ റാഹേലിന്റെ മകനാണ്. 2 മക്കളാണ്, ലെയായും റാഖേലും, 2 ഭാര്യമാണ്. അപ്പോൾ സ്വന്തം അമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ സ്വന്തം രക്തമാണ് അത് പറയണം. അതാണ് തൻ്റെ ബൈബിൾ പറയുന്നത്, എൻ്റെ അമ്മയുടെ മകൻ. അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. അപ്പോൾ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റെടുക്കുന്ന ജോസഫിനോട് ദൈവം കാണിച്ച കരുണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജോസഫിൻ്റെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലുമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് ആരോടാ പറയണത്? ഈ സഹോദരന്മാരോട് പറയുകയാണ്. ഈ സഹോദരന്മാരെന്താ ചെയ്തത്? ജോസഫിനെ കുഞ്ഞുനാളിൽ ജോസഫിനെ കിണറ്റി ഇട്ട് കൊല്ലാൻ നോക്കി പാർട്ടിയാണ്. എന്നിട്ട് വിറ്റ് കാശ് വാങ്ങിച്ച് 20 വെള്ളിക്കാശ് മേടിച്ച്, അല്ലേ? ആ ആൾക്കാരോട് ജോസഫ് ക്ഷമിക്കുക. മനസ്സിലായ? കരുണ കാണിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങളെ വേദനിപ്പിച്ചവരെ, നിങ്ങളുടെ വസ്തു പിടിച്ചു വച്ചിരിക്കുന്നവരെ, നിങ്ങളെ അപമാനിച്ചവരെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ, നിങ്ങളെ ഇന്നും വഴിയെ കൊണ്ടു നടന്ന് കളിയാക്കുന്നവരെ, നിങ്ങളെ കല്യാണത്തിന് അടിയന്തരം വിളിക്കാത്തവരെ, നിങ്ങളെ മാറ്റി നിർത്തുന്നവരെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ ഉടമ്പടിയുടെ ദൈവം എൻ്റെ ദൈവവേദനെ തൻ്റെ മക്കളോട് കരുണ കാണിക്കുമെന്ന് കൽപ്പിക്കുന്നു. കൈയിടിച്ച് കർത്താവില്ലേ. എല്ലാവരും എഴുന്നേൽക്കുക. മക്കളെ, നമ്മളുടെ ഒരു ധ്യാനം കേട്ടുപോണവരാകരുത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ താക്കോലിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഹൗ ഇറ്റ് വർക്ക്സ് എന്ന്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് തിയറിയാണ്, കുറച്ച് ഫോർമുല തരികയാണ്. നിങ്ങളത് കൊണ്ടുപോയി പരീക്ഷാശാലയിൽ സൊല്യൂഷൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സെക്കൻഡ് ഗ്രൂപ്പുകാരൊക്കെ നോക്കത്തില്ലേ, അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഉടമ്പടിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു തിയറട്ടിക്കൽ ലെവലിൽ ഒരു വിശ്വാസം നിലവാരം കീപ്പ് ചെയ്യണമല്ല. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ബിബ്ലിക്കൽ ഫോർമുലാസ് നൽകും. അത് പകുതി മുക്കാൽ എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഞാൻ എടുക്കത്തുള്ളൂ. കാര്യം നിങ്ങൾക്കത് ബോധ്യം കിട്ടാനും അത് സത്യമാണെന്ന് അറിയാനും. അല്ല, ഞാൻ ബൈബിൾ അങ്ങനെ പറയാറുണ്ട്, ഞാൻ നിങ്ങളോട് പറയണമല്ല. അത് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ തിയറിയുടെ കാര്യക്ഷമത പരിശോധിച്ചിട്ടുള്ളതാണ് നേരത്തെ.
അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈബിൾ മെക്കാനിസമാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഉടമ്പടി പ്രകാരം അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രചാരകരായി മാറിയാൽ ദൈവം നിങ്ങളെ ഓൺ ചെയ്യും, സ്വന്തമായിട്ട് ഓൺ ചെയ്യും. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്.